ഹലോ ടീംസ്, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ വ്ളോഗാണ്. അപ്പോൾ മുഹമ്മദ് കുളിക്കുകയാണ്. മുഹമ്മദ് കുളിച്ചിട്ടാണ് എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ബാപ്പ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ ഫുഡ് പത്തിരിയും ബീഫാണ്. പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നത്. ഇതെൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് ഇതാണ് പാത്തുവിൻ്റെ ഡ്രസ്സ്. ഇതാണ് കേട്ടോ. രണ്ടാളെ ഏകദേശം മാച്ചാണ്. പെട്ടെന്ന് പോകണം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക്. 8 മണിക്കാണ് ട്രെയിൻ. റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല ക്ലീനിങ് ആണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. ഉമ്മാക്കും സൽമാക്കും ഇരിക്കാൻ വേണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ ഭാഗങ്ങളാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് ട്രെയിൻ വന്നു. ആ ട്രെയിൻ വന്നേരം ഒരുപാട് ആൾക്കാർ പിന്നെ കയറാനും ഇറങ്ങാനൊക്കെ പിന്നെ നിൽക്കുകയാണ് കേട്ടോ. ഏർനാട് എക്സ്പ്രസ് 9:35 ട്രെയിന് നമ്മളെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഈ ടൈമിൽ ഉമ്മ സൽമക്ക് മൈലാഞ്ചിയും പിന്നെ എണ്ണയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. പിന്നെ ട്രെയിനൊരു വാഹനമുണ്ട് കേട്ടോ. ട്രെയിനിൽ വരുന്നവരെ പിന്നെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ വാഹനം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്ത്രീകൾ വന്ന് ട്രെയിനിൽ നിർത്തിയിരുന്ന ട്രെയിനിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ട്രെയിൻ വരുന്നതും പോകുന്നതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ട്രെയിന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിന് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിന് ഇപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് പറഞ്ഞു. ഏർനാട് എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് പറഞ്ഞ് കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് പിന്നെ അടുത്ത വളപട്ടണം എത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് നമ്മൾ ഏർനാട് എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഏർനാട് എക്സ്പ്രസ് വരുന്നുണ്ട്. ഞാനും ഉമ്മയെല്ലാം കുറച്ച് അടുത്തോട്ടേക്ക് വന്നത്. നമ്മളെ പിന്നെ D2ലാണ് കേട്ടോ. കോച്ച് നമ്പർ 10ലാണ് കേട്ടോ. നമ്മൾ 10 അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിലാണ് നമ്മളുള്ളത്. ട്രെയിനിൽ എത്തിയതിന് ശേഷം ഒരുപാട് TT വരുന്നുണ്ട്, ചെക്ക് ചെയ്യാനും വരുന്നുണ്ട്. കൂടെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും റിസർവേഷൻ ചെയ്തതുകൊണ്ട് നമുക്ക് സീറ്റിനോ കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ശേഷം എന്താ ചെയ്തെന്നറിയാം, സൽമക്ക് പിന്നെ ടൈം വേണ്ട, ഇവർക്ക് ടൈം വേണ്ട. സൽമക്ക് ഹെന്നയും കാര്യങ്ങളും വരച്ച് കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടേരം ഒരുപാട് ആൾക്കാർ ഇതാരാണ് വരച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു. ഉമ്മ തന്നെയാണ് കേട്ടോ വരച്ച. പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ പോകണ്ടേ. അപ്പോൾ ഇവർക്ക് വരച്ചങ്ങനെ ടൈമൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം നമ്മൾ പൂരിയും വരുമ്പോൾ പൂരിയും പിന്നെ മുട്ടക്കറിയും വാങ്ങിയിരുന്നു. അപ്പോൾ പൂരിയും മുട്ടക്കറിയൊക്കെ നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ഉമ്മ കൈ കഴുകാനും വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ ഉമ്മ ഒരാളായിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടു. ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ട്രെയിനിന് നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപാട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ അതിൽ ഇട്ടിരുന്നു കേട്ടോ. ലൈവിൽ മാക്സിമം പോയാലൊരു 4-5 ആൾക്കാരെ വന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ആണെന്ന് അറിയില്ലായിരുന്നു. ടീംസ് അപ്പോൾ ഏകദേശം ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളെ സ്ഥലം എത്താനായി. അപ്പോൾ ഇത്ര നേരം നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.